മേന്മ നോക്കി കഴിവിന്റെ ആകാര കഴിവോ ഒത്തിരിയേറെ പേര് ഉണ്ടായിരുന്നു. 16 പേരടങ്ങുന്ന ബാച്ചിൽ നിന്ന് തിരഞ്ഞ് 1-2 പേരൊക്കെ പുറത്തിറങ്ങുമ്പോൾ തോന്നും തിരിഞ്ഞു നോക്കിയാൽ എന്ത് മേന്മയുടെ സത്യത്തിൽ അവരെക്കാൾ കൂടുതൽ എനിക്കുള്ളത് എന്ന് കുറവുകൾ എണ്ണി പറയാൻ കഴിയുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്നോട് തന്നെ തോന്നുമ്പോൾ എവിടെ ദൈവം ആ കുറവുകളെ കണ്ടറിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ എനിക്ക് ഞാൻ ഉൾപ്പെടെ എല്ലാ അച്ഛനോട് ചോദിച്ചാലും എല്ലാ ദിവസവും സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റ് വളരെ കൈയടിച്ച് സെമിനാരി പരിശീലനം പൂർത്തിയാക്കിയവരല്ല. ഓരോ ദിവസവും പരീക്ഷയുടെയും ജീവിതത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒരുപാട് കാലഘട്ടങ്ങൾ എണ്ണി പറയാൻ വേദനപ്പെട്ടു പോയ, ഒറ്റപ്പെട്ടു പോയ, സങ്കടപ്പെട്ടു പോയ നിമിഷങ്ങളുള്ളവർ തന്നെയാണ്. അവരോട് നമ്മളോട് വിളിച്ചു പറയാൻ പറ്റുമോ? പോട്ടെ, പള്ളിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു അച്ഛൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അമ്മേ അപ്പ ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുമോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വല്ലതും മനസ്സിലാവൂ? പോട്ടെ, ആരോടും പോയി പറയാൻ പറ്റുമോ? ജീവിതത്തിൽ മുഴുവനും തമ്പുരാന്റെ കൃപ കൊണ്ട് മാത്രം, ഞാനത് വേണ്ടി പറയുന്നത്, ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം നയിക്കപ്പെടുന്ന ഒന്നാണ് പൗരോഹിത്യം. യുടെ വികാരിയായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജോഷുവച്ച, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാനപ്പെട്ട സെലിം സിസ്റ്റർ, സുജയ സിസ്റ്റർ, കമ്മിറ്റി അംഗങ്ങളെ, കുളത്താമൽ ഇടവക എന്തുകൊണ്ടും വലിയ ചാരിതാർത്ഥ്യത്തോടെ ഈ ഒരു വിശ്വാസത്തിൻ്റെ പ്രഘോഷണം ഇപ്പോൾ നടത്തുമ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ കുടുംബങ്ങളിൽ വ്യക്തിപരമായിട്ട് കർത്താവ് ചൊരിഞ്ഞ നന്മകളെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സാക്ഷിക്കുകയും അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളാണല്ലോ ഓരോ തിരുനാൾ. അവരെ തടയരുത്, എന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയാണ്. മത്തായി 19-14 വാക്യം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്നേഹമുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, ബ്രദർ, സൺഡേ സ്കൂൾ ഹെഡ്മിസ്ട്രസ്, അധ്യാപകരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കൂട്ടുകാരെ, 2024-2025 അധ്യയന വർഷത്തെ സൺഡേ സ്കൂൾ ജൂൺ 2 ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ കുട്ടികളുടെ കാഴ്ചാനുഭവത്തോടെ ആരംഭിച്ചു. വിശുദ്ധ കുർബാനയിൽ ബഹുമാനപ്പെട്ട വികാരി റവറൻഡ് ഫാദർ ജോൺ ബേയും മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹനിധികളായ എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാറ്റിനും ഉപരി സൺഡേ സ്കൂൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമ്മെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലീഗയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി സൺഡേ സ്കൂളിനെ പുരോഗതിക്കും നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൊതുസമക്ഷം അധ്യക്ഷരായി സമർപ്പിക്കുന്നു. ആശംസ അർപ്പിക്കുന്നതിനായി സ്നേഹബഹുമാനമുള്ള ഗവർണർ സിസ്റ്റർ സെലീന എസ്എഫ്സി അവാർഡ് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ജോഷുവ കോട്ടോടച്ച, വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, സൺഡേ സ്കൂൾ എച്ച്എം ബ്രദർ സ്റ്റീഫൻ, സഹാധ്യാപകരെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ, MCYM സുഹൃത്തുക്കളെ, നമ്മുടെ പെരുന്നാളിനോടനുബന്ധിച്ച് പുതിയതായിട്ട് ദൈവങ്ങളുടെ ദിനം എന്ന സന്തോഷത്തോടും ഹൃദയ നിറവോടും കൂടെയാണ് പ്രിയപ്പെട്ട ഇടവകയിൽ ഞാനായിരിക്കുക. കുളത്താമൽ എന്ന ഇടവകയെ പറ്റി പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ജോഷുവ അച്ഛനാണ് എന്നെ കുംഭസരിപ്പിക്കാനായിട്ട് ഇവിടെ വിളിക്കുക. അങ്ങനെയാണ് ഞാൻ ഈ പള്ളിയുടെ അകം കാണുക, മദ്ബഹ കാണുക, ബലിപീഠം കാണുക. എന്തായാലും ഇത് പരിശുദ്ധമായ ഈ ദിവസം എന്നിൽ നിക്ഷിപ്തമായിരിക്കുക ദൈവങ്ങളെ പറ്റി രണ്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ദൈവവിളി അനുഭവം പറഞ്ഞാൽ ഇത്തിരി സമയം അതുകൊണ്ട് വളരെ ചുരുക്കി 1-2 കാര്യങ്ങൾ പറയാൻ നടത്താൻ പോവുകയാണ്. പ്രത്യേകമായിട്ട് ഞാൻ കുഞ്ഞുനാളിൽ കുട്ടി നിൽക്കിറട്ടി എൻ്റെ പ്രായത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന പ്രായത്തിൽ എൻ്റെ അപ്പൻ എന്നിങ്ങനെ അടുത്ത വിളിച്ചിരുത്തിയിട്ട് പറയും, എടാ മോനെ, നിനക്ക് ദൈവവിളി ഉണ്ടോ? നിന്നെ ദൈവം വിളിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ രാത്രി മയക്കങ്ങളിൽ എൻ്റെ സ്വപ്നം എന്ന് പറയാൻ ദൈവം വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് ബുള്ളറ്റ് ഓടിക്കുന്നതിന്റെ കൗതുകത്തോടു കൂടി ഓർക്കുന്നതാണ്. അപ്പൊ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ കാണും, ഒരു
ബുള്ളറ്റ് വരുന്നു. രാവിലെ ഉറക്കമെഴുന്നേറ്റ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഗബ്രിയേൽ ബുള്ളറ്റ് ബൈക്കിൽ വന്ന് നിൽക്കുന്നു. അനിറ്റല്ലേ? അതെ, അനിറ്റാണ്. പെട്ടെന്ന് ഒരു ലെറ്റർ എടുത്ത് തരികയാണ്. ദൈവം തന്ന ലെറ്ററാണ്. അങ്ങനെ ഞാൻ ലെറ്റർ പൊട്ടിച്ച് നോക്കുമ്പോൾ അതിനകത്ത് മനോഹരമായ എഴുത്ത്. പ്രിയ ബഹുമാനമുള്ള സ്നേഹമുള്ള അനിറ്റേ, എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നിന്നെ അച്ഛനാക്കാനാണ് തീരുമാനിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞോടെ സെമിനാരിയിലേക്ക് പോകണം. ഇതാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവം വിളിക്കണം. ഇതാണ് ഞാൻ ഇങ്ങനെ മനസ്സിൽ ദൈവം ഇങ്ങനെ വിളിക്കുന്നു പ്രതീക്ഷിച്ചാണ് ഞാൻ ഓരോ ദിവസം കിടന്നു പോകുന്നത്. പക്ഷേ അങ്ങനെ ആരും വന്നില്ല. പിന്നീടാണ് ബൈബിളിൽ മർക്കോസിന്റെ സുവിശേഷത്തിന് ദൈവവിളിയെ പറ്റിയൊരു വചനമുണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ പിന്നെ അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. എന്താണ് ആ വചനം? ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്കല്ല, ഈ പുറകെ ഇരിക്കുന്ന അപ്പന്മാരൊക്കെ എക്സ്പ്ലെയിൻ ആയിരുന്നു. അവിടെ ദൈവം വിളിക്കാൻ എടുക്കാൻ പറ്റില്ല. ഈ ഇരിക്കുന്ന അമ്മമാരും എന്തായാലും എന്നെ പിടിച്ച് സിസ്റ്ററോട് ആക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ അതിന് ഉത്തരം പറയുന്നത് നിങ്ങളാണ് ഉത്തരം പറയുന്നത്. ഓക്കെ, ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നോക്കണ്ടേ? കാണുമ്പോഴല്ലേ ഇഷ്ടപ്പെടുന്നേ? അപ്പൊ ഈശോക്ക് ഇഷ്ടപ്പെട്ടതാണ് പറയുന്നത്. ഈശോയുടെ കണ്ണിന് ഒരു പ്രത്യേകത. ശ്രദ്ധിച്ചേക്കണം. അച്ഛൻ പറഞ്ഞ ചോദ്യം ചോദിക്കും. ശ്രദ്ധിച്ചേക്കണം. ഈശോയുടെ കണ്ണിന് ഒരു പ്രത്യേകത. ഈശോ കഫർനാമില് ഗലീലയുടെ തീരത്തൂടെ നടന്നു പോകായിരുന്നു. അവിടെ ഒരാൾ കീഴ് പിടിച്ചുകൊണ്ട് അച്ഛന് കൂടെ ഉണ്ടെന്ന് കരുതിയാണ് ഞാൻ ഈശോയുടെ അവളോട് തോർച്ചയാണ് നടക്കുകയാണ്. അത് ശിമയോനല്ലേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇത് ശിമയോനല്ലേ? ഞാൻ പറഞ്ഞു അതെ. ഈശോയ്ക്ക് അറിയാവില്ലേ? ഇവനാണ് ഈ നാട്ടിൽ ഒന്നാന്തരം ഗുണ്ട. ഇവന്റെ അരയിൽ ഒരു കത്തിയുണ്ട്, എപ്പോ വേണേലും എടുത്ത് വെട്ടാം. ഇവൻ ഈ മുക്കുവന്മാരെ കൊടുത്ത് നടന്ന് ഈ അകന്ന് എല്ലാം തെളിയും പറഞ്ഞു നടക്കുന്ന ഒരു സാധാരണ മുക്കുവനുണ്ട്. പക്ഷെ ഈശോനെ സൂക്ഷിച്ചു പറഞ്ഞു, ഞാൻ കാണുന്നത് മുക്കുവനായ ശിവനല്ല, ഞാൻ കാണുന്നത് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയാണ്. കുറച്ചുകൂടെ നടന്നു പോയപ്പോ സാവുള് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഈശോയുടെ ദൈവനാണ് നമ്മുടെ ക്രിസ്ത്യാനികൾ മുഴുവൻ കൊന്നൊടുക്കുന്ന വഴിവിളക്കായിട്ട് കെട്ടി എണ്ണയൊഴിച്ച് തീപ്പന്തം പോലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കത്തിക്കുന്ന ക്രൂരനാണിത്. ഈശോ പറഞ്ഞു, എടാ മണ്ട, ഒന്ന് സൂക്ഷിച്ചു നോക്കി, ഇവനാണ് എന്റെ വചനം പ്രസംഗിച്ച് എനിക്ക് വേണ്ടി അവസാനം കഴുത്ത് വാളിന്റെ മുകളിലേക്ക് നീട്ടിക്കൊടുക്കുന്നു. അപ്പൊ മക്കളെ, ഈശോയുടെ കണ്ണിന് നമ്മൾ കാണുന്നവരാരും കാണുന്നത് ഈശോ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ചോദ്യം ഇതാണ്, നമ്മളെ ഈശോ ഒരു അച്ഛനായിട്ട് കാണുന്നെങ്കിലോ? ഇരിക്കുന്ന നിങ്ങള്, പുറകിരിക്കുന്ന യുവാക്കന്മാരും, നിങ്ങളെ ഈശോ ഒരു വൈദികനായിട്ട് കാണുന്നുണ്ടെങ്കിലോ, ഒരു സിസ്റ്ററായിട്ട് ഈശോ നിങ്ങളെ അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും. ഓക്കെ, അതിന് 1-2 ടിപ്സ് അച്ഛൻ പറയാം. അച്ഛൻ്റെ സെമിനാരിയിലാണ്, അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു ടീച്ചറായിട്ട്. അപ്പോൾ 1-2 ടിപ്പ് പറഞ്ഞു. നമ്മൾ ഈ മനോഹരമായ കുർബാന അർപ്പിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നണം, കൊള്ളാലോ അച്ഛൻ നല്ല കാപ്പയൊക്കെ ഇട്ട് എത്ര മനോഹരമായിട്ടാണ് ഈ കുർബാന ചൊല്ലുന്നത്. അങ്ങനെ ഒരു ചെറിയ ചിന്തയെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈശോ നിങ്ങളെ കാണുന്നതിൻ്റെ അടയാളമാണ്. എപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളുടെ സൺഡേ സ്കൂളിലൊക്കെ ഇരുന്നപ്പോ എല്ലാവരും ഇരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങളുടെ നേരെ വിളിച്ചോണ്ടിട്ട്, എടാ നിന്നെ കണ്ട ഒരു അച്ഛനെ പോലെ ഉണ്ടല്ലോ, നിങ്ങളെ കണ്ട ഒരു സിസ്റ്ററിനെ പോലെ ഉണ്ടല്ലോ, ഇന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളില് ദൈവം നിങ്ങളെ കണ്ണു വച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഇതാണ് മക്കളെ നിങ്ങൾ. 2-ാമത്തെ മാതാപിതാക്കൾ, പുറകിലിരിക്കുന്ന മാതാപിതാക്കളോട് പറയാൻ പറയും. കുളത്താമൽ സെന്റ് തോമസ് ഇടവക അനുമോദിക്കുകയാണ്. ജിയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് Diary first.
ഇതിന്റെ കിട്ടിയിട്ടുണ്ട്. ബൈബിൾ വായന ജൂനിയർ ഫസ്റ്റ്, ചിത്രരചന ഫസ്റ്റ്, സെക്കൻഡ് ഇന്റർമീഡിയറ്റ് ബോയ്സ് ലളിതഗാന ഫസ്റ്റ്. സ്റ്റാൻഡേർഡ് 7 ആൻമരിയ ക്ലാസ് ഫസ്റ്റ്, ഡയറി ഫസ്റ്റ്, ഇന്റർമീഡിയറ്റ് കവിതാരചന ഫസ്റ്റ്, ചെറുകഥാ രചന ഫസ്റ്റ്, ചിത്രരചന ഫസ്റ്റ്, 50 നോമ്പ് സമയത്ത് നടത്തിയ വചനമെഴുത്ത് കോമ്പറ്റീഷൻ. ബഹുമാനപ്പെട്ട വികാരിയച്ഛനാണ്. ഈ ഇടവക തിരുനാളിലും പ്രത്യേകിച്ച് ഈ യോഗമൊക്കെ സംഘടിപ്പിക്കുവാൻ വേണ്ടി അച്ഛൻ നിശ്ചയമായി ആ കർമ്മങ്ങൾ നിർവഹിക്കുകയുണ്ടായി. അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി തന്നെ നമ്മുടെ ഇടവക സമൂഹം ഏറ്റെടുക്കുന്നു. ഈ അവസരത്തിൽ ചുരുങ്ങിയ വാക്കിൽ ഞാൻ അച്ഛന് എല്ലാവരുടെ പേരിൽ, അതുപോലെ തന്നെ നമ്മുടെ നവവൈദികർ, നമുക്കറിയാം നമ്മുടെ